റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമസ്ത പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ നേരിടാനും ഉന്നത വിജയം കരസ്ഥമാക്കാനും ഉതകുന്ന രീതിയിൽ ഓരോ വർഷവും ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളുടെയും പ്രധാനപ്പെട്ട 50 ചോദ്യോത്തരങ്ങളടങ്ങിയ ഒരു വീഡിയോ സീരീസാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വീഡിയോകൾ മുഴുവനായിട്ട് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുള്ള ചോദ്യം ഒന്നാമത്തത് ഇന്ന അവ്വല മാ ഖലഖല്ലാഹ് എന്നാണ്. അഥവാ അല്ലാഹു തആല ആദ്യമായി പടച്ചത് എന്താ നമുക്കൊക്കെ അറിയാം. ഇവിടെ ഓപ്ഷൻസുകൾ അൽ അർഷു, അർഷാണ്, പിന്നെ അൽ കുർസിയു, കുർസിയാണ്, പിന്നെ അൽ കലമു, പേനയാണ് അല്ലേ. ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇന്ന അവ്വല മാ ഖലഖല്ലാഹു. എന്താണ് അതിൻ്റെ ആൻസർ? അൽ കലമു എന്നാണ്. പേനയാണ് ആദ്യമായി പഠിച്ചത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യശ്ഫഉ യൗമൽ ഖിയാമത്തി ഡാഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യശ്ഫഉ യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ ഷഫാഅത്ത് ചെയ്യും. ഇവിടെ അർബഅത്തുൻ സലാസത്തുൻ ഖംസത്തുൻ എന്നുണ്ട് അല്ലേ. ഈ ഹദീസിൽ എത്ര കൂട്ടരാണ് ഖിയാമത്ത് നാളിൽ ഷഫാഅത്ത് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? സലാസത്തുൻ എന്നാണ് അതിൻ്റെ ആൻസർ. 3 വിഭാഗം അല്ലെങ്കിൽ 3 കൂട്ടം ആളുകളാണ് ഖിയാമത്ത് നാളിൽ ഷഫാഅത്ത് ചെയ്യുക. ആ ഹദീസിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ആരൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും? അംബിയാ, ഉലമാ, ശുഹദാ അല്ലേ. പരീക്ഷയ്ക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അതും കൂടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം അവ്വലു അത്വാരി ഖൽഖിൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ, അതിൽ ആദ്യത്തെ ഘട്ടം അല്ലേ. അവ്വലു അത്വാരി ഖൽഖിൽ ഇൻസാൻ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടം ഇതിലേതാണ്? അന്നുത്തുഫത്തു, അൽ മുൽഗത്തു, അൽ അലഖത്തു. ഏതാണ് അതിൻ്റെ ആൻസർ? അന്നുത്തുഫത്തു എന്നാണ്. ഒരു 3-4 ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അല്ലേ. ഒരു 4-5 ഘട്ടങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് അന്നുത്തുഫത്തു, നുത്തുഫത്താണ്. രണ്ടാമത്തതാണ് അലഖത്ത് വരുന്നത്, രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടമാണ് മുൽഗത്ത് വരുന്നത്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ അൽ മുൻകിറൂന ലിൽ ഖദർ, ഖദർ നിഷേധികൾ. ഖദർ നിഷേധികൾക്ക് പറയുന്ന പേര് അൽ ഖദരിയത്തു എന്നാണോ, അൽ മുർജിഅത്തു എന്നാണോ, അൽ ഖാദിയാനിയത്തു എന്നാണോ? അതിൻ്റെ ആൻസർ അൽ ഖദരിയത്തു എന്നാണ് അല്ലേ. ഖദർ നിഷേധികൾക്ക് പറയുന്ന പേര് അൽ ഖദരിയ എന്നാണ്. 5ാമത്തെ ചോദ്യം എന്താ? അംറുൻ ഖാരിഖുൽ ലിൽ ആദത്തി യൽഹറു അലാ യദി മുദ്ദഇൻ നുബുവത്തി. എന്താണ്? പ്രവാചകത്വത്തെ വാദിക്കുന്ന ഒരാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ വെളിപ്പെടുത്താൻ വേണ്ടി പ്രകടമാകുന്ന അസാധാരണ സംഭവം, അതിന് പറയുന്ന പേര് അൽ കറാമത്തു, അൽ മുഅ്ജിസത്തു, അൽ അമാനത്തു. എന്താണ് പറയുക? അത് നമുക്കറിയാം മുഅ്ജിസത്താണ് അല്ലേ. മുഅ്ജിസത്താണ് അതിൻ്റെ ആൻസർ. 6ാമത്തെ ചോദ്യം അത്ബിഇ സയ്യിഅത, അത്ബിഇ സയ്യിഅത എന്താണ്? തിന്മയെ തുടർത്തുക എന്നാണ്. എന്തുകൊണ്ട് തുടർത്തുക എന്നുള്ളതും കൂടി ഇവിടെ വരണം, അതിൻ്റെ ആൻസറായിട്ട് വരണം. അത് എന്തുകൊണ്ടാണ്? ഹസനത്തു, നന്മ കൊണ്ടാണോ? അതല്ല സ്വതക്ക കൊണ്ടാണോ? സയ്യിഅത്തു, ചീത്ത കാര്യങ്ങൾ കൊണ്ടാണോ? അതിൻ്റെ ആൻസർ അൽ ഹസനത്ത എന്നാണ് അല്ലേ. അത്ബിഇ സയ്യിഅത അൽ ഹസനത്ത, തിന്മയെ നന്മ കൊണ്ട് തുടർത്തുക എന്നുള്ള അർത്ഥം വരും. അപ്പോൾ ഹസനത്ത എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മസലുൽ ജലീസി സൂഇ, ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം. മസലുൽ ജലീസി സ്വാലിഹും മസലുൽ ജലീസി സൂ ഒക്കെ പഠിച്ചല്ലോ. നല്ല കൂട്ടുകാരൻ്റെ ഉദാഹരണം, ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണമൊക്കെ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ജലീസി സൂഇ ആണ്, ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം. കഹാമിലിൽ മിസ്കീനത, ഒരു കസ്തൂരി ചുമക്കുന്നവനെ പോലെയാണ്. കനാഫിഹിൽ കീരി, ഉലയിലൂതുന്നവനെ പോലെയാണ്. പിന്നെ മസലുൽ ജസദി, ഒറ്റ ശരീരം, ഒരു ശരീരം പോലെയാണ്. എന്താണ് ആൻസർ? ചീത്ത കൂട്ടുകാരൻ്റെ ഉദാഹരണം കനാഫിഹിൽ കീരി, ഉലയിലൂതുന്നവനെ പോലെയാണ് എന്നാണ്. അത് ക്വസ്റ്റ്യൻ മസലുൽ ജലീസി സ്വാലിഹ ആണെങ്കിൽ ആൻസർ കഹാമിലിൽ മിസ്കി എന്ന് വരും, കസ്തൂരി ചുമക്കുന്നവനെ പോലെയാണെന്ന്.
അപ്പോൾ അത് മനസ്സിലാക്കുക. 8ാമത്തെ ചോദ്യം മൻഷഉൽ അത്ഇമത്തി വൽ അശ്രിബ, നമ്മുടെ ഭക്ഷണപാനീയങ്ങളുടെയൊക്കെ ഉറവിടം അതെന്താണ്? അത്തുറാബു മണ്ണാണ്, അന്നുത്തുഫത്തു ബീജമാണ്, തഗദ്ദിൽ ഇൻസാൻ എന്നൊക്കെ ഇവിടെ ഓപ്ഷൻസുകളുണ്ട്. ആൻസർ കൃത്യമായി നമുക്കറിയാം, അത്തുറാബ് മണ്ണാണ് അല്ലേ, ഭക്ഷണപാനീയങ്ങളുടെ ഉറവിടം മണ്ണാണ്. ഇനി 9ാമത്തത് മാ മഅന ബുവൈല, ബുവൈല എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ആൻസറുകൾ ഇവിടെ മാംസപേശി, മാംസകഷ്ണം, അണ്ഡം എന്നൊക്കെ ഉണ്ട്. ബുവൈല എന്ന വാക്കിൻ്റെ അർത്ഥം അണ്ഡം എന്നാണ്. പിന്നെ 10ാമത്തത് ദക്കറുൻ ഹുറുൻ മുഖ്ബിറുൻ അനില്ലാഹി തആല ബിവഹിയിൻ, ദക്കറുൻ ഹുറുൻ മുഖ്ബിറുൻ അനില്ലാഹി തആല ബിവഹിയിൻ എന്ന് പറഞ്ഞ വഹയ്യ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന സ്വതന്ത്രനായ പുരുഷനായ ഒരാൾക്ക് പറയുന്ന പേര് അർ റസൂൽ എന്നാണോ, നബി എന്നാണോ, വലിയ എന്നാണോ? അതിൻ്റെ ആൻസർ അൻ നബിയു എന്നാണ് അല്ലേ. നബി എന്ന് പറഞ്ഞാൽ ആരാ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഇങ്ങനെ എഴുതണം, ദക്കറുൻ ഹുറുൻ മുഖ്ബിറുൻ അനില്ലാഹി തആല ബിവഹിയിൻ എന്ന്. അപ്പോൾ ഇവിടുത്തെ ആൻസർ അൻ നബിയു എന്നാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വ ഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹ ഡാഷ് അല്ലേ. വ ഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹ, ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലാത്ത ഒരു സമുദായവും ഇല്ല എന്നാണ് മൊത്തത്തിൽ അർത്ഥം വരിക. അപ്പോൾ ഇവിടെ മുന്നറിയിപ്പുകാരൻ എന്നുള്ള ഒരു അർത്ഥം വരുന്ന വാക്കാണ് ഇവിടെ ചേർക്കാനുള്ളത്. അപ്പോൾ ഏതാണ്? നബിയുൻ, അതേപോലെ ബഷീറുൻ, നദീറുൻ എന്നുണ്ട്. അതിൻ്റെ ആൻസർ നദീറുൻ എന്നാണ്. മുന്നറിയിപ്പുകാരൻ എന്നുള്ള അർത്ഥത്തിൽ നദീർ എന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? ഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹ നദീർ എന്നാണ് വരിക. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഇവിടെ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മുഅ്ജിസത്തു സ്വാലിഹിൻ അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത്. ഇവിടെ 3 മുഅ്ജിസത്തുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അസ്വ, വടി. പിന്നെ നാഖത്തുൻ എന്നാണ് വേണ്ടത്, നാഖത്ത് അല്ലേ, ഒട്ടകം. അതുപോലെ തന്നെ യുബരി ഉൽ അക്മഹ വല്ലബ്രസ, വെള്ളപ്പാണ്ടും കുഷ്ഠവും സുഖപ്പെടുത്തുക. അപ്പോൾ ഇതിലേതാണ്? സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ എന്താണ് മുഅ്ജിസത്ത്? എന്താണ്? നാഖത്താണ്, നാഖത്തുല്ലാ അല്ലേ, ഒട്ടകമാണ്. അസ്വ എന്നുള്ളത് വടി, അത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ നമുക്കറിയാം. പിന്നെ ഇവിടെ പറഞ്ഞ 3ാമത്തത് യുബരി ഉൽ അക്മഹ വല്ലബ്രസ, വെള്ളപ്പാണ്ടും കുഷ്ഠരോഗം സുഖപ്പെടുത്തുന്നത് ഈസാ അലൈഹി സ്വലാമിൻ്റെ മുഅ്ജിസത്ത് എന്നൊക്കെ നമുക്കറിയാം. ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. അഅ്ലമു മുഅ്ജിസാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലുത് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും മഹത്തായത് ഏതാണ്? ഇവിടെ അൽ ഇസ്റാ വൽ മിഅ്റാജ്, ഇസ്റാവും മിഅ്റാജും, അതേപോലെ ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്നത്. പിന്നെ അൽ ഖുർആനുൽ അളീം, വിശുദ്ധമായ ഖുർആൻ, മഹത്തായ ഖുർആൻ. ഏതാണ്? നബി തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും മഹത്തമായത് അൽ ഖുർആനുൽ അളീം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. 14ാമത്തെ ചോദ്യം മസലുൽ അംബിയാഇ, അമ്പിയാക്കളുടെ ഉദാഹരണം തങ്ങളുടെ ഏതുപോലെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഏതുപോലെയാണ്? കമസലിൽ ജിബാൽ, ഒരു പർവ്വതം പോലെയാണ് എന്നാണോ? അതല്ല കമസലിൽ ഖസ്ർ, ഒരു കൊട്ടാരം പോലെയാണെന്നോ? കമസലിൽ ഉലമാ, പണ്ഡിതന്മാരെ പോലെയാണെന്നോ? ഏതാ പറഞ്ഞത്? കമസലിൽ ഖസ്രി, ഒരു കൊട്ടാരം പോലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മസലുൽ അംബിയാഇ കമസലിൽ ഖസ്രി. 15ാമത്തെ ചോദ്യം അല്ലദീന യുഅ്മിനൂന ബി അന്ന മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി നബിയ്യുൻ ബഅദ നബിയിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ്? മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഒരു നബി, അത് അഹ്മദ് ഖാദിയാനി, മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ആ വിഭാഗം ആളുകൾ ആരാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നാണ്. അത് അവരെക്കുറിച്ച് എന്താ പറയുക? കാഫിർ എന്നാണോ, അല്ലെങ്കിൽ മുഅ്മിൻ എന്നാണോ, മുബ്തദി എന്നാണോ പറയുക? അത് കാഫിറുൻ എന്നാണ്. കാഫിരീങ്ങൾ, അങ്ങനെ വിശ്വസിക്കുന്നവർ കാഫിരീങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അഥവാ നബിക്ക് ശേഷം ഒരു നബി ഉണ്ടാവുക എന്ന് പറഞ്ഞത് നുബുവത്തിനെ വാദിക്കലാണല്ലോ. നമ്മുടെ നബിയോട് കൂടി എന്ത് ചെയ്തിട്ടോ പ്രവാചകന്മാരുടെ പിന്നെ നിയോഗം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും നബിയാണ് എന്ന് വാദിക്കുകയാണെന്നെങ്കിൽ അത് നുബുവത്തിനെ വാദിക്കലാണ്.
അപ്പോൾ അത് കാഫിറിൽ പെട്ടതാണ്. അങ്ങനെ വാദിക്കുന്നവൻ കാഫിറാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. 16ാമത്തെ ചോദ്യം, അസ്വലാത്തു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത്. അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദുആഉ, അതൊരു പ്രാർത്ഥനയാണ്. ഇദ്ഖാലു സുറൂർ, അതുപോലെ തന്നെ റഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅ്ലീം എന്നൊക്കെ ഉണ്ട്. എന്താണ് അതിൻ്റെ ആൻസർ? അസ്വലാത്തു മിനല്ലാഹ് റഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅ്ലീം എന്നാണ് ആൻസർ വരുന്നത്. അഥവാ മഹത്വപ്പെടുത്തുന്നതിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അനുഗ്രഹം, അല്ലേ, ഒരു റഹ്മത്ത് എന്നൊക്കെ പറയാം. പിന്നെ ദുആ, മറ്റുള്ളവർ സ്വലാത്ത് ചെല്ലുന്നത്, അതാണ് ദുആ. അപ്പോൾ അസ്വലാത്തു മിനല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ ആൻസർ റഹ്മത്തുൽ മഖ്റൂനത്തു ബിത്തഅ്ലീം എന്നാണ്. 17ാമത്തെ ചോദ്യം, തീർച്ചയായും അള്ളാഹു പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതിൻ്റെ അറബിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വകൈഫ തുഅറദു സ്വലാത്തുന അലൈക വഖദ് റംത എന്നുണ്ട്. അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ എന്നുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അംബിയാഇ അജ്സാദൽ. ഇവിടെ അംബിയ എന്നുള്ളത് ഇവിടെ അർളി എന്നാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ വരിക? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ എന്നാണ് വരിക. അതിൻ്റെ ആൻസർ എന്താണ്? തീർച്ചയായും അള്ളാഹു പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ഭൂമിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ എന്നുള്ളതാണ് വരിക. അതിൻ്റെ അറബി അങ്ങനെയാണ്. 18ാമത്തത്, മാ മഅന സ്വഹീഹു ലിൽ മലാഇബ് വൽ മക്കാസിബ്. മലാഇബ്, മക്കാസിബ്, അതിൻ്റെ അർത്ഥം, ശരിയായ അർത്ഥം എങ്ങനെയാണ് എന്നാണ്. ഓപ്ഷനുകൾ തൊഴിലിടങ്ങളും കൃഷിയിടങ്ങളും, പിന്നെ കളിസ്ഥലങ്ങളും കലാലയങ്ങളും, പിന്നെ കളിസ്ഥലങ്ങളും തൊഴിലിടങ്ങളും. ഏതാ കൃത്യമായിട്ട് വരിക? അല്ലേ, മലാഇബ്, ലഇബ, മലാഇബ്, കസ്ബ്, മക്കാസിബ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ലഇബ കളിച്ചു, കളിയിടങ്ങൾ, അതാണ് മലാഇബ്. പിന്നെ മക്കാസിബ് പറഞ്ഞാൽ തൊഴിലിടങ്ങൾ. അപ്പോൾ കളിസ്ഥലങ്ങളും തൊഴിലിടങ്ങളും, ഇതാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. ഇനി 19ാമത്തത്, ഇന്നക അൻ തൻഖുലൽ അഹ്ജാറ മഅൽ അബ്റാരി ഖൈറുൽ ലക മിൻ അൻ തഅകുലൽ ഖബീസ മഅൽ ഫുജ്ജാർ. എന്താണ് അത്? മനിൽ ഖായിലു, ആരാണ് അങ്ങനെ പറഞ്ഞത്? എന്താണ് അതിൻ്റെ അർത്ഥം വരിക? ഫുജ്ജാറുകളോടുകൂടെ, തമ്മാടികളോടുകൂടെ ഖബീസ് തിന്നുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് നല്ല ആളുകളോടുകൂടി കല്ല് ചുമക്കുന്നതാണ് എന്നർത്ഥം വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് പറഞ്ഞത് ആരാണ്? അബൂബക്രിനിൽ ബസാർ, ഇബ്നു അബ്ബാസ്, മാലിക് ബിൻ ദീനാർ. അത് മാലിക് ബിൻ ദീനാർ പറഞ്ഞതാണ്, അല്ലേ. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ ഡാഷ്. ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിലായിരിക്കും. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും, നിങ്ങൾ ഇന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ, നോക്കട്ടെ. എന്ത്? മൻ ഡാഷ് യുഹിബു, സ്നേഹിക്കുന്നവരെ എന്നാണോ? യുഖാലിലു പറഞ്ഞാൽ കൂട്ടുകൂടുന്നവരെ എന്നാണോ? യുത്താബി പറഞ്ഞാൽ പിന്തുടരുന്നവരെ എന്നാണ്. അതിൻ്റെ ബാക്കി കൊടുക്കേണ്ടത് യുഖാലിലു എന്നാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു എന്നാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവത്തിന്മേലായിരിക്കും. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ആരോടാണ് കൂട്ടുകൂടുന്നത് എന്നവൻ നോക്കട്ടെ, ശ്രദ്ധിക്കട്ടെ എന്നൊക്കെ അർത്ഥം വരും. ഇനി 21, ഇന്നല്ലാഹു മലായിക്കത്തുഹു യുസല്ലൂന അലൻ നബിയിൽ. അൽ ആയ, ഈ ആയത്ത് എന്താണ്? ഇന്നല്ലാഹു മലായിക്കത്തുഹു യുസല്ലൂന അലൻ നബിയിലെ, തീർച്ചയായും അള്ളാഹു മലക്കോടും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. ഈ ആയത്ത് സൂറത്തുൽ അഹ്സാബ് 56 ആണോ? സൂറത്തുൽ ഹുജറാത്ത് 25 ആണോ? സൂറത്തുൽ കഹ്ഫ് 65 ആണോ എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഏതാണ്? അത് സൂറത്തുൽ അഹ്സാബ്, അല്ലേ, സൂറത്തുൽ അഹ്സാബിലെ 56ാമത്തെ ആയത്താണ് അത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ഹൽവാ മസ്നൂഅത്തും മിൻ ദഖീഖിൻ വ തംറിൻ വ സംനിൻ. ഹൽവ ഒരു മധുര പലഹാരമാണ്, അല്ലേ. മസ്നൂഅത്തുൻ മിൻ ദഖീഖിൻ വ തംറിൻ വ സംനിൻ, നെയ്യ് കൊണ്ടും അതേപോലെ ഈത്തപ്പഴം കൊണ്ടും ധാന്യപ്പൊടി കൊണ്ടൊക്കെ
ഉണ്ടാക്കുന്ന ഒരു മധുര പലഹാരം. അതിൻ്റെ പേരെന്താണ്? അൽ ഫാലൂദ എന്നാണോ, അൽ മഅസൂബ് എന്നാണോ, അൽ ഖബീസ് എന്നാണോ, അൽ ഖബീസ് എന്നാണോ? നമ്മൾ നേരത്തെ 19ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നല്ലോ, തമ്മാടികളോടുകൂടെ ഖബീസ് തിന്നുന്നതിനേക്കാൾ നല്ലത് നല്ല ആളുകളോടുകൂടെ കല്ല് ചുമക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ ഖബീസ് ഏതാണ് എന്ന് വ്യക്തമാക്കിയതാണ്. അപ്പോൾ അത് ഖബീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൽവ മസ്നുവാത്തും മിൻ ദഖീഖിൻ വ തംറിൻ വ സംനിൻ എന്ന് പറയാം. 23ാമത്തെ ചോദ്യം, ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കലും നിരോധിച്ച കാര്യങ്ങൾ വെടിയലും. അതിന് പറയുന്ന പേരെന്താണ്? അത്തസ്കിയ എന്നാണോ, തഖ്വ എന്നാണോ, ത്വാഅത്ത് എന്നാണോ? അതിൻ്റെ കൃത്യമായ ആൻസർ എന്താണ്? അത്തഖ്വ എന്നാണ് അല്ലേ. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു നവാഹി എന്നും പറയാം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കലും വിരോധിച്ച കാര്യങ്ങൾ വെടിയലും എന്നർത്ഥം. 24 അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ ഡാഷ്. എന്താണ് അവിടെ വരിക? അത് നബിതങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നതല്ലേ. അല്ലാഹുവേ ഇന്നി അസ്അലുക, തീർച്ചയായും നിന്നോട് ഞാൻ ചോദിക്കുന്നു, അൽ ഹുദ സന്മാർഗത്തെയും, വത്തുഖാ തഖ്വയെയും, വൽ അഫാഫ ചാരിത്രത്തെയും. ഇനി ഒന്നും കൂടി അതിലുണ്ട്. അത് വസ്സലാം എന്നാണോ, വൽ ഈമാൻ എന്നാണോ, വൽ ഗിന എന്നാണോ? അത് വൽ ഗിന എന്നാണ്, ഐശ്വര്യത്തെയും. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന എന്നാണ് വരിക. അർത്ഥാണെങ്കിൽ അല്ലാഹുവേ പിന്നെ സന്മാർഗത്തെയും തഖ്വയെയും പിന്നെ ചാരിത്രത്തെയും ഐശ്വര്യത്തെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയാം. 25ാമത്തെ ചോദ്യം, തഖ്വൽ ഇലാഹു മദാറു കുല്ലി സആദത്തിൻ ഡാഷ്. ഇതൊരു തഖ്വയെ കുറിച്ചുള്ള പാഠത്തിൻ്റെ ഒരു മറ്റു ഭാഗമാണ് അല്ലേ. എന്താണ് തഖ്വൽ ഇലാഹു മദാറു കുല്ലി സആദത്തിൻ? അള്ളാഹുവിനോടുള്ള തഖ്വ എല്ലാ സൗഭാഗ്യങ്ങളുടെയും അടിത്തറയാണ്. ഇനി വേറൊരു അതിൻ്റെ 2ാമത്തെ വരി ഏതാണ്? ഇവിടെ വത്തിബാവ് അഹ്വാ റഅ്സു ശർരി ഹബാ ഇലാന്നുണ്ട്, വലാ തസ്ഹബിൽ അർദ ഫതർദാ മഅർറദ എന്നുണ്ട്, വത്തിബ് നഫ്സൻ ഇദാ ഹക്കമൽ ഖളാഉ എന്നുണ്ട്. അതിൻ്റെ ആൻസർ ആദ്യത്തെ തന്നെയാണ്, വത്തിബാഉ അഹ്വാ റഅ്സു ശർരി ഹബാ ഇലാ എന്നാണ്. എന്താണ്? ശരീരേച്ഛയോട് പിന്തുടരൽ തിന്മകളുടെ കെണിവലകളിൽ പെട്ടതാണ്. വത്തിബാഉ അഹ്വാ റഅ്സു ശർരി ഹബാ ഇലാ. 26ാമത്തെ ചോദ്യം, റുഹമാ ബൈനഹും. അതൊരായത്തിൻ്റെ ഭാഗമാണ്. അത് അതിൻ്റെ തഫ്സീർ പറഞ്ഞൊരു സംഭവത്തിൽ പറയുന്നതാണ്. എന്ത്? യദുഉ സ്വാലിഹുഹും ലി ത്വാലിഹിഹിം വ ത്വാലിഹുഹും ലി സ്വാലിഹിഹിം. അല്ലേ, അവരിലെ നല്ലവർ ചീത്തവർക്ക് വേണ്ടിയും ചീത്തവർ നല്ലവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ഈ തഫ്സീർ ആരുടെ തഫ്സീറാണ്? ആരെ വാക്കാണിത്? ഖൗൽ ഇബ്നു മസ്ഊദ്, അതേപോലെ ഖൗൽ ഇബ്നു കസീർ, പിന്നെ ഖൗൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും. ഇവരാരെ വാക്കാണ്? ആരെ തഫ്സീറാണിത്? അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ തഫ്സീറാണ്. അപ്പോൾ ഖൗൽ ഇബ്നു അബ്ബാസ് എന്ന ആൻസർ. 27ാമത്തെ ചോദ്യം, കതബല്ലാഹു മഖാദിറ സമാവാതി വൽ അർള ഡാഷ് സന. ആകാശഭൂമികളുടെ അതിലെ കണക്കുകളൊക്കെ അല്ലാഹു തആല എഴുതി വെച്ചിട്ടുണ്ട്. എത്ര വർഷം മുമ്പ് എന്നുള്ളതാണ്. ബി 50 അൽഫ. 50 അൽഫ് പറഞ്ഞാൽ 5000 അല്ലേ, അല്ല 50,000. 50 എന്ന് പറഞ്ഞാൽ 50, അൽഫ് 1000, 50,000. 50 മിഅ എന്ന് പറഞ്ഞാൽ 50 മിഅ എന്നാണ് രണ്ടാമത്തത്. 500 ബി 50 അലാഫ് എന്ന് പറഞ്ഞാൽ 50 അലാഫ് എന്ന് പറഞ്ഞാൽ 5000. അതിൽ എൻ്റെ ആൻസർ എന്താണ്? ബി 50 അൽഫൻ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ, 50,000 വർഷം മുമ്പ്. 28ാമത്തെ ചോദ്യം, അർറുക്കുനു സാദിസു മിനൽ ഈമാൻ. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേത് ഏതാണ് എന്നാണ്. അതിൽ അൻതുഅ്മിന ബിൽ യൗമിൽ ആഖിരി, അവസാന നാൾ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. അൻതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, നന്മയും തിന്മയുമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അൻതുഅ്മിന ബിൽ കുതുബി, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. 6ാമത്തേത് ഏതാ? അൻതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി എന്നാണ്. 29ാമത്തെ ചോദ്യം, ഖാലൽ മഖ്ദൂമു റഹിമഹുല്ലാ. മഖ്ദൂം റഹിമഹുല്ലാ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതിൽ ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഇദാ കുന്ത ഫീ ഖൗമിൻ ഫസ്വാഹിബ് ഖിയാറഹും എന്നാണോ പറഞ്ഞത്? അതല്ല,
തഖ്വൽ ഇലാഹു മദാറു കുല്ലി സആദത്തിൻ എന്നാണ് പറഞ്ഞത്. ദഇൽ അയ്യാമ തഫ്അലു മാ തശാഉ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആൻസർ തഖ്വൽ ഇലാഹു മദാറു കുല്ലി സആദത്തിൻ എന്നാണ്. നമ്മൾ നേരത്തെ ഈ ബൈത്തിൻ്റെ ഒരു രണ്ടാമത്തെ പൂരിപ്പിക്കാനുള്ള ഭാഗവും അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. തഖ്വ എല്ലാ സൗഭാഗ്യങ്ങളുടെയും അടിത്തറയാണ് എന്നുള്ള അർത്ഥം. ഇനി ഈ 30ാമത്തെ ചോദ്യം, മാ മാന ത്വഅമുൻ. ത്വഅമ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? രുചി, മാധുര്യം എന്നുണ്ട്, ഭക്ഷണം എന്നുണ്ട്, വസ്ത്രം എന്നുണ്ട്. ത്വഅമ് രുചി, അതേപോലെ മാധുര്യം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് നമ്മൾ ഇന്നക ലൻ തജിദ ത്വഅമ ഹഖീഖത്തിൽ ഈമാൻ എന്ന് പറഞ്ഞല്ലോ. ഈമാനിൻ്റെ യഥാർത്ഥ മാധുര്യം എത്തിക്കുകയില്ല എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ. അഥവാ ഉബാദത്ത് ഇബ്നു സ്വാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞ ആ കാര്യത്തിൽപ്പെട്ട അതിൽ വരുന്ന വാക്കാണ് ഈ ത്വഅമ്, മാധുര്യം എന്നർത്ഥം. 31 വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖിറു ഷൈഅൻ. നബി തങ്ങൾ നാളേക്ക് ഒരു വസ്തുവും ശേഖരിച്ചു വെച്ചിരുന്നില്ല എന്നാണ്. നാളേക്ക് അല്ലേ. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖിറു ഷൈഅൻ ഡാഷ് ലി ഗദിൻ. ഇവിടെ ലിൽ ബൈത്തി ലിൽ ഗദിൻ ലിൽ നഫ്സി എന്നുണ്ട്. ലി ഗദിൻ എന്നാണ് എൻ്റെ ആൻസർ. നാളേക്ക് വേണ്ടി ഒരു വസ്തുവും നബി തങ്ങൾ ശേഖരിച്ചു വെച്ചിരുന്നില്ല എന്നർത്ഥം. 32ാമത്തെ ചോദ്യം എന്താണ്? അത്വലുന്നാസി യദൻ. അത്വലുന്നാസി യദൻ അഥവാ ജനങ്ങളിൽ വെച്ച് കൈ നീളമുള്ളയാളായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. കൈ നീളമുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ സ്വതക്ക ചെയ്യുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് ആരായിരുന്നു പറഞ്ഞത്? ആയിഷ, ഹഫ്സ, സൈനബ് റളിയല്ലാഹു അൻഹും. ആരാണ്? സൈനബ് റളിയല്ലാഹു അൻഹയായിരുന്നു അല്ലേ. അത്വലുന്നാസി യദൻ, സൈനബ് റളിയല്ലാഹു അൻഹ. ഇനി 33 ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം. ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം. അതിൻ്റെ അറബി ഇപ്പം എന്താ? ലാ യതമഉ ശുഹു വൽ ഈമാനു ഫീ ഖൽബി അബദിൻ അബദ എന്നാണോ? ഇന്നക തബ്തുല അൽ ഫളല ഖൈറുൽ ലക എന്നാണോ? അൽ യദുൽ ഉല്യ ഖൈറും മിനൽ യദി സുഫ്ല. സിമ്പിളാണ്. ഇവിടെ കൈ, ഉയർന്ന കൈ, താഴ്ന്ന കൈ എന്നൊക്കെ കാണുമ്പോൾ ഇവിടെ യദ് എന്നുള്ള വാക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. അൽ യദുൽ ഉല്യ, ഉയർന്ന കൈയാണ്. ഖൈറും മിനൽ യദി സുഫ്ല, താഴ്ന്ന കൈയിനേക്കാൾ ഉത്തമം. ഇനി 34ാമത്തെ ചോദ്യം, അൽ അക്കുലു വഷുർബു ബിഷിമാലി ഡാഷ്. ഇടത് കൈ കൊണ്ട് തിന്നലും കുടിക്കലും. എന്താണത്? ഡാഷ്. ഷീമത്തു ഷെയ്ത്വാൻ, ഷെയ്ത്താൻ്റെ സ്വഭാവമാണ്. ഷീമത്തുൽ കാഫിർ, ഷീമത്തുൽ ഹൈവാൻ. ഷീമത്തുൽ കാഫിർ കാഫിറിൻ്റെ സ്വഭാവമാണ്. ഷീമത്തുൽ ഹൈവാൻ ജീവികളുടെ സ്വഭാവമാണ്. ഇതാണ് ആൻസർ. നമുക്കറിയാം ഷീമത്തു ഷെയ്ത്വാൻ. അൽ അക്കുലു വഷുർബു ബിഷിമാലി ഷീമത്തു ഷെയ്ത്വാൻ എന്നാണ്. ഇനി 35ാമത്തേത്, ഹദഫുന ബിൽ അക്ലി വഷുർബി. തീറ്റ കൊണ്ടും കുടി കൊണ്ടൊക്കെയുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ ആൻസർ അസ്ഹിഹത്തു വൽ ആഫിയ എന്നാണോ? അത്തഖവി അല ത്വാഅത്തി എന്നാണോ? തഖല്ലുസു മിനൽ അംറാദി എന്നാണോ? അഥവാ അസ്ഹിഹത്തു വൽ ആഫിയ പറഞ്ഞാൽ ആരോഗ്യം എന്നുള്ള അർത്ഥം തന്നെ. അതേപോലെ അത്തഖവി അല ത്വാഅത്ത് ഇബാദത്തുകൾക്ക് വേണ്ടിയുള്ള ആരോഗ്യം, അങ്ങനെയാണോ? അതല്ല തഖല്ലുസു മിനൽ അംറാദി. ഇതിലേതാണ്? അത്തഖവി അല ത്വാഅത്തി എന്നാണ് അല്ലേ. ആരാധനകൾക്കുള്ള ശക്തി എന്നൊക്കെ പറയാം. ആരാധനകൾക്ക് വേണ്ടിയുള്ള ശക്തി എന്നുള്ളതാണ് നമ്മൾ തീറ്റ കൊണ്ടും കുടി കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കേണ്ടത്, കരുതേണ്ടത്. നമ്മുടെ ലക്ഷ്യം അതാണ്. 36ാമത്തെ ചോദ്യം എന്താണ്? മിൻ ആദാബിൽ അക്ലി വഷുർബി. തീറ്റയുടെയും കുടിയുടെയും മര്യാദകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നത് ഐ യുസ്രിഫ ഫിൽ അക്ലി വഷുർബി. അഥവാ തീറ്റയിലും കുടിയിലും അമിതമാക്കൽ. പിന്നെ രണ്ടാമത്തേത് ഐ യൻഫുഖ ഫി ത്വഅമി വശറാബ്. ഭക്ഷണത്തിലും വെള്ളത്തിലും ഊതൽ. പിന്നെ ലാസ്റ്റത്തെ അഖ്ദു ലുഖ്മത്തി അല്ലത്തി തസാഖത്ത്. വീണുപോയ ഉരുളകൾ എടുക്കൽ. അപ്പോൾ ഇതിലേതാണ്? ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒക്കെ എന്താണ്? അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അതൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും കുടിക്കുന്നതിൻ്റെയൊക്കെ മര്യാദയാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ പഠിച്ചതിൽ അല്ലാ യുസ്രിഫ എന്നുള്ള വാക്കുണ്ട്. അപ്പോഴേ അതാവുള്ളൂ, കറക്റ്റാവുള്ളൂ. എങ്ങനെ? തീറ്റയും കുടിയും അമിതമാക്കാതിരിക്കൽ. ഇവിടെ അൻ യംഫുഖ എന്നുള്ളത് അല്ലാ യംഫുഖ എന്നാണ്. അഥവാ ഭക്ഷണത്തിലും വെള്ളത്തിലും മൂതാതിരിക്കൽ, അതൊക്കെയാണ് മര്യാദ. അപ്പോൾ അത് രണ്ടും ഇപ്പോൾ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അത് രണ്ടും പെടില്ല.
ഇത് മൂന്നാമത്തത് കറക്റ്റാണ്. അഖദുൽ ലുഖ്മത്തില്ലത്തി തസാഖത്ത്, വീണുപോയ ഉരുളകൾ എടുക്കൽ, അതാണ് ആൻസർ വരിക. ഇനി 37ാമത്തത് അർസല ഉമർ റളിയല്ലാഹു അൻഹു ഇലാ മുആദിൻ സുറത്തൻ ഫിഹാ. ഉമർ അള്ളാഹുവിന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു പണസഞ്ചി കൊടുത്തയച്ചു അല്ലേ. ഫിഹാ, അതിലുണ്ടായിരുന്നു എന്ത്? 400 ദിർഹം, 300 ദിർഹം, 400 ദീനാർ. ഈ ദിർഹമും ദീനാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഫസ്റ്റ് പറഞ്ഞത് 400 ദിർഹമാണ്, രണ്ടാമത്തത് 300 ദിർഹം, മൂന്നാമത്തത് 400 ദീനാറാണ്. നമ്മൾ പഠിച്ചത് എന്താണ്? അതിൽ പഠിച്ചത് 400 ദീനാരിൻ എന്നാണല്ലോ. അപ്പോൾ അതാണ് ആൻസർ. ഉമർ അള്ളാഹുവിന് മുആദ് അള്ളാഹുവിന് കൊടുത്തയച്ച ആ പണസഞ്ചിയിലുണ്ടായിരുന്ന പൈസ എത്രയാണ്? 400 ദീനാരിൻ, 400 ദീനാർ. ഇനി 38ാമത്തത് ളിദ്ദു സഖാഇ മാഹുവ. സഖാഇൻ്റെ വിപരീതം എന്താ? സഖാ പറഞ്ഞാൽ ധർമ്മം ചെയ്യുക, അതിൻ്റെ വിപരീതം എന്താണ്? അൽ ബുഖ്ലു, അസ്വദഖത്തു അൽ കറമു. ഏതാണ്? ബുഖ്ലാണല്ലേ, പിശുക്കാണ്. സഖാ അതിൻ്റെ ഓപ്പോസിറ്റ് പിശുക്കാണ്. ഇനി 39ാമത്തത് ഖബീലത്താനി മിൻ ഖബാഇൽ അറബി. അറബി ഗോത്രങ്ങളിൽപ്പെട്ട 2 ഗോത്രങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അൽ അൻസാറുൽ മുഹാജിറൂനാണോ, അൽ ഔസു അൽ ഖസ്റജാണോ, അൽ യഹൂദ് വന്നസാറ എന്നാണോ, അൽ ഔസു അൽ ഖസ്റജു എന്നാണ് അല്ലേ. 40ാമത്തത് ചോദ്യം മൻ ഖാല ഐ ഉഖയ്യ അന അക്സറു അഹ്ലിൽ മദീനത്തി മാലൻ ഫഉഖ്സിമു ലക നിസ്ഫു മാലി. ഇതാരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. ആരാണ് പറഞ്ഞത്? അതായത് എൻ്റെ പൊന്നു സഹോദര, എനിക്കെന്ത് ചെയ്യുക, ഞാൻ മദീനയിലെ ഏറ്റവും സമ്പത്തുള്ള ആളാണ്, അതുകൊണ്ട് താങ്കൾക്ക് എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ വീതിച്ച് നൽകാം എന്ന് പറഞ്ഞല്ലോ. ഇതാരാണ് പറഞ്ഞത്? ഞാൻ മദീനയിലെ ഏറ്റവും വലിയ പണക്കാരനാണ്, എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിനക്ക് വീതിച്ചു നൽകാം എന്ന് പറഞ്ഞത് സഅദ് ബിൻ റബി ആണോ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആണോ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹും? ആരാ പറഞ്ഞത്? അത് സഅദ് ബിൻ റബി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. ഒക്കെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. 41ാമത്തെ ചോദ്യം മാ മാന ഖസ്അത്തുൻ. ഖസ്അത്തുൻ നമ്മളെ പുസ്തകത്തിൽ പിന്നെ ആ ഒരു വാക്കല്ല, എന്താണ് ഉണ്ടായിരുന്നത്? സഹ്ഫത്തുൻ എന്നുള്ള വാക്കാണ് ഉണ്ടായിരുന്നത്. രണ്ടും അർത്ഥം തന്നെയാണ്. സഹ്ഫത്തുൻ അല്ലേ, ലക്ഷ്യം എന്നാണോ, തളിക എന്നാണോ, കൊട്ടാരം എന്നാണോ? തെളിക എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ, അതിൻ്റെ അർത്ഥം എന്താണ്? തളിക. 42ാമത്തെ ചോദ്യം ലിമൻ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സെമ്മില്ല. സെമ്മില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞത് ആരോടാണ് എന്നാണ്. സെമ്മില്ല എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലൂ. അപ്പോൾ ഇത് ആരോടാണ് പറഞ്ഞത്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ലീബിൻ ഉമർ, ലീബിൻ അബ്ബാസ്, സലമത്ത് ബിൻ അക്വ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ നമ്മളൊരു ആ പാഠത്തിൽ 9ാമത്തെ പാഠത്തിൽ ഖാല ഉമർ ബിൻ അബി സലമ, ഉമർ ബിൻ അബി സലമയാണ് ശരിക്ക് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇവിടെ ഓപ്ഷനുകളിൽ അതില്ലാത്തത് കൊണ്ട് അത് നമുക്ക് ഓപ്ഷനിലുണ്ടോ എന്നുള്ളതല്ല, നിങ്ങൾ ആൻസർ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ചോദ്യം വരുമെന്നൊന്നും പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ആൻസർ എന്താ എന്നുള്ളത് മനസ്സിലാക്കുക. ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞതാണത്, സെമ്മില്ല. അതേപോലെ വക്കുൽ ബി യമീനിക്ക വക്കുൽ മിമ്മാ യലീക്ക എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് അവിടെ വരുന്നത്, അത് മനസ്സിലാക്കുക. പിന്നെ 43ാമത്തെ ചോദ്യം മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം. അഥവാ പരസ്പര സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസികളുടെ ഉദാഹരണം ഏതുപോലെയാണ്? മസലുൽ ഹുമ്മ, പനി പോലെയാണ്. മസലുൽ ജസദി, ശരീരം പോലെയാണ്. മസലുൽ ഉളുവി, അവയവം പോലെയാണ് എന്നൊക്കെയാണ്. മസലുൽ ജസദി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വ തറാഹുമിഹിം വ തഅഫുഹിം എന്ന് പറഞ്ഞിട്ട് മസലുൽ ജസദി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ആൻസർ, ഒരു ശരീരം പോലെയാണ് എന്നർത്ഥം. ഇനി 44 ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിമി. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ എത്രണ്ണാണ്? 9 6 7 9 6 7 6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആൻസർ. 45ാമത്തെ ചോദ്യം ഹഫാത്തൻ എന്ന് പറഞ്ഞാൽ നഗ്ന പാതരായി. ഓറാത്തൻ എന്ന് പറഞ്ഞാൽ നഗ്നരായി. ഗുർല എന്ന് പറഞ്ഞാൽ
അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് അവിടെ ചോദിക്കേണ്ടത്. അഥവാ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്ന ഒരു രൂപം പറഞ്ഞതല്ലോ, അഥവാ ആയിഷ ബീവിനോട് നബി തങ്ങൾ പറഞ്ഞതാണ് ഖിയാമത്ത് നാളിൽ എങ്ങനെയാണ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞതിൽ ഹുഫാത്ത് ഒറാത്ത്. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ഇനി ഉർല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? തലമുണ്ടനം ചെയ്യപ്പെട്ടവരായി എന്നാണോ, അന്ധരായി എന്നാണോ, ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി എന്നാണ് ഇവിടെ, ചെയ്യപ്പെടാത്തവരായി എന്നാണ് വേണ്ടത്. ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി എന്നാണ് അതിൻ്റെ ആൻസർ. ഇതാണ്, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി എന്നാണ്. അപ്പോൾ ഉർല എന്ന് പറഞ്ഞാൽ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി എന്നർത്ഥം. 46-ാമത്തെ ചോദ്യം, യുബഅസു ഫി സൂറത്തി ദർരി, സൂറത്തു സിർ അഥവാ പാറ്റകളുടെ രൂപത്തിൽ പുനർജനിക്കപ്പെടുന്നത് ആരാണ്? യുബഅസു ഫി സൂറത്തി ദർരി, പാറ്റകളുടെ രൂപത്തിൽ പുനർജനിക്കുന്നത് ആരാ? കാഫിറൂൻ, മുറാഊൻ, മുത്തക്കബ്ബിറൂൻ. ആരാണ്? അൽ മുത്തക്കബ്ബിറൂൻ എന്നാണ് ആൻസർ അല്ലേ? അഹങ്കാരികൾ. അവരഹങ്കാരികളാന്നൊക്കെ അവർ പറഞ്ഞല്ലോ. പാറ്റുകൾ സൂറത്തു ദർ അൽ മുത്തക്കബ്ബിറൂൻ, അങ്ങനെ മനസ്സിലാക്കുക. 47-ാമത്തെ ചോദ്യം, ഹിയ അർളുൻ ജദീദത്തുൻ ബൈളാഉ നഖിയ്യത്തുൻ, അഥവാ അതൊരു പുതിയ ഭൂമിയാണ്, വെളുത്ത, അതേപോലെ തന്നെ പരിശുദ്ധമായ വെളുത്ത പുതിയ ഒരു ഭൂമിയാണ്. ഏത്? അർളുൽ മഹ്ഷർ യൗമുൽ ആഖിർ അർളുൽ ഷാം. അർളുൽ മഹ്ഷറാണല്ലേ. മഹ്ഷർ ഇങ്ങനെയാണ് വരിക. അപ്പോൾ മഹ്ഷർ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ആൻസർ ഇങ്ങനെ ഹിയ ആണെന്നില്ല, അർളുൻ ജദീദത്തുൻ ബൈളാഉ നഖിയ്യത്തുൻ എന്ന ആൻസർ പറയാം. ഇത് മറ്റു രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ, ഇതേപോലെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അർളുൽ മഹ്ഷർ എന്ന് ആൻസർ പറയാം. 48-ാമത്തെ ചോദ്യം, ഡാഷ് യുളുല്ലുഹുമുല്ലാഹു ഫീ ളുല്ലിഹി യൗമ ലാ ളുല്ല ഇല്ലാ ളുല്ലുഹു, അള്ളാഹുവിൻ്റെ തണലല്ലാതെ ഒരു തണലും ലഭിക്കാത്തൊരു ദിവസം ഉണ്ടല്ലോ. ആ ദിവസത്തിൽ അള്ളാഹു തണൽ കൊടുക്കുന്ന എത്രയോ വിഭാഗം ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ചേർക്കേണ്ടത്. എത്ര വിഭാഗം? സലാസത്തു അസ്നാഫിൻ 3 വിഭാഗം, അതേപോലെ സമാനിയത്തുൻ 8 വിഭാഗം, സബഅത്തുൻ 7 വിഭാഗം. അതിൻ്റെ ആൻസർ എന്താണ്? സബഅത്തുൻ എന്നാണ്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളുല്ലിഹി യൗമ ലാ ളുല്ല ഇല്ലാ ളുല്ലുഹു എന്നാണ്. അള്ളാഹുവിൻ്റെ തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ആ ദിവസം അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കും. അപ്പോൾ അതാണ് ആൻസർ വരിക. 49-ാമത്തെ ചോദ്യം, ജിസ്റുൻ യുസമ്മ സിറാത്ത്, ജിസ്റു ഒരു പാലാണ്. യുസമ്മ അതിന് പറയപ്പെടും അസ്സിറാത്ത് അല്ലേ, സിറാത്ത് എന്ന് പറയപ്പെടും. അത് എവിടെയാണ് എന്നുള്ളതാണ് ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്. എന്താണ്? യുമദ്ദു അല മത്നി ജഹന്നം, മത്നിൽ ജന്നയാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സ്വർഗത്തിൻ്റെ മീതെ നീട്ടിയിടപ്പെട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ യുമദ്ദു അല മത്നി ജഹന്നം, നരകത്തിൻ്റെ മീതെ നീട്ടിയിട്ടപ്പെട്ടിട്ടുണ്ട്. യുമദ്ദു ബൈനൽ ജന്നത്തി വന്നാർ, സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ ഇടയിൽ നീട്ടിയിടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, എവിടെയാണ് ഈ സിറാത്തുള്ളത്? അത് എന്താണ് ആൻസർ? യുമദ്ദു അല മത്നി ജഹന്നം, നരകത്തിന് മുകളിലായി നീട്ടിയിടപ്പെട്ടിട്ടുള്ള ഒരു പാലം, അതാണ് യുസമ്മ അസ്സിറാത്ത്. അതിൻ്റെ പേരാണ് സിറാത്ത് എന്നുള്ളത്. ഇനി 50-ാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമക്കും ഇൻദല്ലാഹി ഡാഷ്, നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുക്കൽ, അത് മുഴുവനായിട്ട് എങ്ങനെ അർത്ഥം എങ്ങനെ വരിക? അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ, ഏറ്റവും മാന്യർ ആരാണ്? അഖ്റഅക്കും എന്നാണോ, അഅലമക്കും എന്നാണോ, അത്ഖാക്കും എന്നാണോ? അത്ഖാക്കും എന്നാണ് അല്ലേ. അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ വെച്ചുള്ള ഏറ്റവും മാന്യൻ ആരാണ്? അത് അത്ഖാക്കും, നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ് എന്നാണ് അർത്ഥം വരിക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലുള്ളത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷയിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.